ഹായ് ഫ്രണ്ട്സ്, എനിബഡി ക്യാൻഡുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ രാജസ്ഥാനിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര ദൂരമായി ആൻസി? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 14 ദിവസമല്ല ഞാൻ ചോദിച്ചത്, എത്ര മണിക്കൂർ അല്ല എത്ര കിലോമീറ്റർ ആയത്? കിലോമീറ്റർ എനിക്കറിയില്ല. 2650 കിലോമീറ്റർ നമ്മൾ ഓടി കേട്ടോ. അത്രയും നമ്മൾ കവർ ചെയ്തു. അതുപോലെ നമ്മൾ എത്ര രൂപ എണ്ണ അടിച്ചു അറിയോ? 15,000 രൂപ. അതെന്താണെന്നറിയോ? ടോള് നമ്മൾ 2000 രൂപ ടോളും അടച്ചു. കാരണം ടോള് കുറയാൻ കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിലും ടോൾ അങ്ങോട്ട് കുറവായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു കൂടുതൽ. കാരണം നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അവിടെ ടോൾ വഴികൾ ഉണ്ടാവില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടോൾ വഴിയിലേക്ക് കേറുന്നത്. അതിന്റെ ഒരു കുറവുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തിരിച്ച് വീട്ടിലെത്തുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം. കഴിഞ്ഞ ട്രിപ്പിലോ നോക്കി നടന്നില്ല. ഈ ട്രിപ്പിലെങ്കിലും നമ്മളൊന്ന് സഹായിക്കണം. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ ആ ബെൽ ബട്ടനും കൂടി അങ്ങനെ അമർത്തുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പേര് ജിൻസ്, ഞാൻ ആൻസി. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യണം. അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി. അല്ല, അത് പിന്നെ രാജസ്ഥാൻ ആയതുകൊണ്ട് പേടിക്കാനില്ല, വെയിലുണ്ട്. രാത്രിക്ക് തണുപ്പാണെങ്കിൽ 100 രൂപ. കാരണം ഇവിടെ ഞങ്ങളുടെ കുറെ പേര് പറഞ്ഞു കണ്ണിന്റെ അടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കറക്കുന്നുണ്ട്, അപ്പൊ ഒരു ഗ്ലാസ് മേടിച്ച് വെക്കണം. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഇവരുടെ കയ്യിൽ ഓവർ റേറ്റ് ഉള്ളതൊന്നും ഇല്ല കേട്ടോ. റേറ്റ് കുറവാണ് ഇവരുടെ എല്ലാവരും. ഒന്നിലേക്ക് 50 രൂപയിൽ 150 രൂപ 100 രൂപ അത്രയൊക്കെ തന്നെ ഉള്ളൂ. 150 രൂപന്റെ ഒക്കെ വെറും ലോക്കൽ സാധനം, അതൊക്കെ ലോക്കൽ സാധനമാണ്. വെയിലത്തുനിന്ന് ചെറിയൊരു ആശ്വാസം കിട്ടും. രാത്രി ഫുള്ള് തണുപ്പ്, പകല് മുഴുവൻ കണ്ണി എന്താ പറയാ നമ്മളിങ്ങനെ അടിച്ചു പോണ സൈസ് വെയിലുമാണ് കേട്ടോ. പക്ഷെ ഇവിടത്തുകാർക്ക് അതൊക്കെ ഒരു ശീലമായതുകൊണ്ടായിരിക്കും. പിന്നെ ലേഡീസ് എങ്ങനെയാന്ന് വെച്ചാൽ ഫുള്ള് ഒരു ഷാൾ ഇങ്ങനെ മുഖത്തിന്റെ ഇവിടെ വരെ ഇങ്ങനെ മറഞ്ഞാണ് അവരെ കിടക്കുക. അവരുടെ മുഖം നമ്മൾ ഒരിക്കലും കാണില്ലാത്ത രീതിയിൽ കേട്ടോ. കുറച്ച് പേര് കുഞ്ഞു പിള്ളേരൊക്കെ മുഖം കണ്ടു. നമുക്ക് പോകണ്ടേ? കഥ പറഞ്ഞോണ്ടേ ഇരിക്കും, നിർത്താൻ തോന്നിയല്ലേ, അതാണ് വേറെ പ്രശ്നം. ഇപ്പോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വിടാട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് കല്ലാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ, ഉപ്പാണിത് കേട്ടോ. ഇവിടെ ഉപ്പുകല്ല്, അങ്ങനെയല്ല, മറ്റേ കല്ലല്ലാന്ന്, സാധാ കല്ലല്ലാന്ന്. പിന്നെ എന്താ ഇവിടെ രാജസ്ഥാനിൽ ഒരുപാട് ഈ ഉപ്പുപാടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടു ഞങ്ങള്. പക്ഷെ നമുക്ക് ഇതുവരെ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. കണ്ട വലിയൊരു പ്രത്യേക ഒരു ഉപ്പ് അല്ലേ, അതെന്താ അങ്ങനെ വേറൊരു കളറൊക്കെ കേട്ടോ ഉപ്പുകല്ലിന്. ഇനി ഇന്ദുപ്പ് എന്നൊക്കെ പറഞ്ഞതാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അല്ലെ, അങ്ങനത്തെ കല്ലായിരിക്കാം. നമ്മളിതൊരു കണ്ടില്ല, പക്ഷെ എവിടെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. കാണുവാനെ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ടേ. അങ്ങനെ ഞങ്ങൾ കുക്ക് ചെയ്യാനും തുണി ഉണക്കാനൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ. ഇപ്പൊ രാജസ്ഥാനിൽ തണുപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും അത് വിശ്വാസമായിട്ടുണ്ടാവും. രാജസ്ഥാനിലോ തണുപ്പോ? അത് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത തണുപ്പോന്നൊക്കെ, വയനാട്ടുകാർക്ക് താങ്ങാൻ പറ്റാത്ത തണുപ്പോന്നൊക്കെ എല്ലാവരും ഒരു മനസ്സിലൊരു ചിന്ത ഉണ്ടാവും കേട്ടോ. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഞാൻ തലയിൽ തേക്കുന്ന എൻ്റെ എണ്ണയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് കല്ല് പോലെ എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് ഒരാൾ തലമണ്ടിക്കിട്ട് ഞാനിപ്പോൾ ഒരെണ്ണം കൊടുത്ത പോലെ ഇരിക്കും. അമ്മാതിരി കല്ല് പോലെ കേട്ടോ. ഞാൻ ഇത്ര ഞെക്കിയിട്ട് പോലും ഞെങ്ങുന്നില്ല, അങ്ങനെ കല്ല് പോലെയാണ് ഇരിക്കുന്നത്. ഇത് തണുപ്പിൻ്റെ കാഠിന്യം കാരണം കേട്ടോ. ഞങ്ങളിവിടെ ഒരു കുപ്പിലിച്ചിരി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്ന തണുപ്പിലാണ് ആ വെള്ളമൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അമ്മാതിരി തണുപ്പാ രാജസ്ഥാനില്. രാജസ്ഥാൻകാരെ സമ്മതിക്കണ്ടേ? അതെ, നമ്മുടെ അതിലേക്ക് എത്തും. നമുക്ക് രണ്ടാഴ കെട്ടാം. ഈ മരത്തിലേക്ക് കെട്ടാനായിരുന്നോ? എത്തില്ല. വള്ളി ഇതിന്റെ അടിയിൽ, ഈ ബോക്സിന്റെ അടിയിലുണ്ടല്ലോ. അടിയിലാന്ന് തോന്നുന്നു. നമുക്ക് എടുക്കാം. അത് ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയതായിരുന്നു കേട്ടോ. തുണികളൊക്കെ ഞങ്ങൾ വിരിച്ചിട്ടു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ചേട്ടായി എന്ത് ചെയ്തു, ഇന്നലെ പമ്പിൽ നിന്ന് എടുത്ത വെള്ളം അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിത് കുടിക്കരുത്, കുടിക്കാനൊന്നും കൊള്ളില്ല, പാത്രം കഴുകാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാം, പക്ഷെ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്നെ വണ്ടിയിൽ ഇരുത്തിയിട്ട് എന്ത് ചെയ്തു, തൊട്ടപ്പുറത്ത് കടകളുണ്ട് കേട്ടോ, അവിടെ പോയി 2 കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ മേടിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എന്താ നിങ്ങളിവിടെ വണ്ടി നിർത്തിയേ, നിങ്ങളെ വണ്ടി ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അവർ ഞങ്ങളോട് ചേട്ടനോട് സംസാരിച്ചു. ഞാനിവിടെ തന്നെ ഇരുന്നു. ചേട്ടൻ എന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, അവർ പറഞ്ഞു കുക്ക് ചെയ്യേണ്ട, അവിടെ ഒരു ഹോട്ടൽ എന്തോ ഉണ്ട്, അവിടുന്ന് അവരുടെ ഫുഡ് കഴിക്കാം, അതുകൊണ്ട് കുക്കൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളാണെങ്കിൽ സാമ്പാർ കൂട്ടും കാര്യങ്ങളെല്ലാം മേടിക്കുകയും ചെയ്തു അല്ലേ.
പിന്നെ അവർ പറഞ്ഞ അവരുടെ അവിടുത്തെ ഫുഡല്ലേ അവരുടെ നാട്ടിലെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് പൈസ ഒന്നും വേണ്ടാന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് തുണികളെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് അവരുടെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പോകാം കേട്ടോ. തുണികളൊക്കെ ഞങ്ങൾ ഉണക്കി കഴിഞ്ഞു കേട്ടോ. കാരണം നല്ല വെയിലുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ് ഇനി ആകെ 2 പാൻറ് സമയം 12:45 കഴിഞ്ഞു. ആണോ? ഇനി ആകെ 2 പാൻറ്റിന്റെ ഈ എലാസ്റ്റിക് ഇരിക്കുന്ന ഭാഗം മാത്രം ഉണങ്ങാനുള്ളൂ കേട്ടോ. ഞങ്ങൾ ബാക്കിൽ ഉണക്കാൻ ഇട്ടു. അപ്പൊ നമുക്ക് ഇനി അവരെ ഹോട്ടലിലേക്ക് പോയി നോക്കാം. അവിടെ എന്താ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മുടെ സാമ്പാറും ചോറും ഒക്കെ തിന്നാൻ പറഞ്ഞിട്ട് മോശം സമ്മതിക്കല്ല എനിക്ക്. അപ്പൊ ഇതാട്ടോ നമ്മള് ക്ഷണിച്ച ഹോട്ടല്. ഇവിടേക്കാണ് അവര് നമ്മളെ വിളിച്ചത്. കുറച്ച് അധികം ദൂരം ഉണ്ട് അല്ലേ? നമുക്ക് പോയി നോക്കാട്ടോ. ഈ ചേട്ടനാട്ടോ നമ്മളെ കടയിലേക്ക് ക്ഷണിച്ചേ. നമസ്കാരം. आपका नाम क्या है? रामदेव. उसका नाम सूरज. കാലു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാം കേട്ടോ. നമുക്ക് ഇരിക്കാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷേ കസേര അല്ല, കട്ടിലേ കയറി ഇരിക്കണം, അതാ പാട്. എന്താ ഞാനിവിടെ ഇതാണ് ഇവിടെ അവസ്ഥ കേട്ടോ. പുള്ളി എന്തൊക്കെയൊക്കെ പറയും, ചേട്ടയ്ക്കൊന്നും മനസ്സിലായില്ല. ചേട്ടാ ഇങ്ങനെ മുണ്ടി കൊടുക്കുന്ന മലയാളം. വന്നവരുടെ ബോഡിക്ക് ബ്ലാക്ക് वो बड़ी ट्रक लेकर आते हैं, माचिस तो माचिस आते हैं ना, आग ये भर के लाते हैं, ये लोडिंग. ഇവിടെ എന്താ കഴിക്കാനുള്ളത് പുള്ളി ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റർ എടുത്ത് പറഞ്ഞു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു, അത് വരുന്നുണ്ടോ എന്ന് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 ആൾക്കും ഓരോ ചായ കിട്ടിട്ടോ. ചായ ഇതുണ്ടോ ചേട്ടന്മാർ ഇവിടുത്തെ മെയിൻ സംഭവം ഉണ്ടാക്കുക കേട്ടോ. ആദ്യം കല്ലിലിട്ട് ഇങ്ങനെ ചൂടും, നമ്മുടെ സാധാ ചപ്പാത്തി പോലത്തെ അല്ലേ. എന്നിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഈ സാധനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ വെക്കും. എന്നിട്ട് എണ്ണ തൂക്കും. വാട്ടറാ പോയില്ല, വാട്ടർ അവിടെ ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് പൊളിച്ച് നമ്മൾ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. वो एक मलयालम सिनेमा पंजाबी हाउस वो तंदूरी होती है, तंदूर रोटी. ये ना गेहूं. वो राजस्थान स्पेशल फूड है. चटनी दे देता हूं. നമുക്ക് ആ റൊട്ടി ടേസ്റ്റ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാം. ഞാനത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് നോക്കുമായിരുന്നു. നമ്മുടെ പഞ്ചാബി ഹൗസിൽ ആ പെണ്ണ് നിന്നിട്ട് ഇങ്ങനെ ഇന്ദ്രൻസ് വരുമ്പോൾ ഇങ്ങനെ ചുട്ടെടുക്കില്ലേ, സെയിം സെറ്റപ്പ്. ഇവിടുത്തെ സ്പെഷ്യലാണ്. നമുക്കപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നേക്കാണ്. ആൻസിയൊക്കെ എന്നോടൊന്ന് വേണോന്ന് പോലും ചോദിക്കാണ്ട് തന്നെ തിന്നുക. ഇത് വഴുതനങ്ങ വെച്ചിട്ടുള്ള തോരനല്ലേടി? ആണോ? ഓ മിർച്ചി മിർച്ചി മുളകല്ലേ? മുളക് കേട്ടോ അത്. वो दाल वो സബ്ജി ചാറ്. ചാറ് കറി കേട്ടോ. എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? എങ്ങനെയുണ്ട് നാൻസി? ഇഷ്ടപ്പെട്ടോ? അതായത് നമുക്കിനി കഴിച്ചിട്ട് കാണാം അല്ലേ. ഇവിടുത്തെ ഒരു സെറ്റപ്പ് കാണിച്ചു തരും കേട്ടോ. അതായത് ഇവിടെ കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ചാറ് കറി ഒഴിക്കും. ചാറൊഴിച്ചു, അതേപോലെ തൈര് ഒഴിച്ചു. അങ്ങനെ ഒഴിക്കണം അല്ലേ. എന്നിട്ട് അതും കൂടി ഒഴിക്കും. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് പിടുത്തം. ഓക്കെ, താങ്ക് യു. അങ്ങനെയുണ്ട് ടേസ്റ്റ്. കഴിച്ചു നോക്കി. ആഹാ, അടിപൊളി അല്ലേ. സമാസമ സൂപ്പർ സാധനം. ആ പൊളിച്ചല്ലേ. എന്തായാലും നമുക്ക് കഴിക്കാവേ. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. നമ്മൾ കുക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മിസ്സായി പോകാനായിട്ട്. നമ്മുടെ സാമ്പാറും ചോറും തന്നെ നമ്മൾ കഴിക്കേണ്ടി വന്നത്. ഇവരുടെ അടിപൊളി ഫുഡ്, ഇതൊരു അടിപൊളി ഫുഡാണ്. അതെല്ലാം കൂടി കുഴച്ച് തന്നപ്പോൾ പൊള്ളിയായിരുന്നേ, ഒന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. ഞങ്ങളോട് കുറേ സംസാരിച്ചു കേട്ടോ. ഇവർ രണ്ടുപേരും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത്
ഫുള്ള് സംസാരമായിരുന്നേ. പുള്ളി ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ മദ്യം കിട്ടുമോ, പാൻ മസാല കിട്ടുമോ, അങ്ങനത്തെ എല്ലാം എല്ലാ കാര്യം ചോദിച്ചോളൂ കേരളത്തെ പറ്റി. നമ്മൾ ഓരോന്ന് പറയുമ്പോ അവർക്ക് അത്ഭുതമാണ് തോന്നണേ. പാൻ മസാല ഇല്ലാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പാൻ മസാല ഇല്ല, അത്ഭുതപ്പെടുകയാണ്. പിന്നെ ചേട്ടനോട് മദ്യപിക്കുമോ ചോദിച്ചു, ഇല്ലാന്നൊക്കെ പറഞ്ഞപ്പോ ഒക്കെ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം പോലെ കേട്ടോ. പിന്നെ നമ്മൾ കഴിച്ച ഫുഡിന് 200 രൂപേന്റെ അടുത്തുണ്ട്. നമ്മൾ ആ മെനുവിൽ നോക്കിട്ടോ, നിങ്ങളോട് പറഞ്ഞു ക്യാഷ് വേണ്ടാന്ന് പറഞ്ഞു. കാരണം നമ്മൾ കുക്ക് ചെയ്യാൻ നിന്നപ്പോ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയതല്ലേ അല്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഞാൻ അവിടെ തുണി വിരിച്ചിരുന്നത് പുള്ളി നോക്കി വെച്ചു. നമ്മൾ 200 കൊടുത്താലും നമുക്ക് അതൊരു നഷ്ടമല്ല. ശരിക്കും നമ്മൾ ഇത്ര ദിവസം കഴിച്ച ഫുഡില്ലേ ഒന്നുമല്ല. ഇതേപോലത്തെ റൊട്ടി പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ ഇത്രയും ദിവസം. അല്ല, എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ. നമുക്കറിയില്ലല്ലോ. ഞങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ചേട്ടൻ ഇങ്ങനെ കഴിക്കുന്ന കണ്ടു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ പുള്ളി പൊടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെയാണ് ഇവിടെ കഴിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അങ്ങനെ കഴിച്ചപ്പോണ്ടല്ലോ അടിപൊളി ടേസ്റ്റ്. ഞങ്ങള് സാധാരണ എല്ലാ കറിയും സെപ്പറേറ്റ് മുക്കി നമ്മൾ നാട്ടിലൊക്കെ കഴിക്കുന്ന പോലെ കഴിച്ചു കേട്ടോ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ കഴിക്കേണ്ടത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അല്ലേ. ഒരു കുറച്ചും കൂടി വിശപ്പുണ്ടായിരുന്നു, ഒരെണ്ണം കൂടെ കഴിക്കാം. പക്ഷെ അത് വലിയ റൊട്ടിയാണ്. നമുക്ക് 2 എണ്ണം കഴിച്ചപ്പോ തന്നെ അത്യാവശ്യം വയറ് നിറഞ്ഞു. 2 ആളുടെയും വയറ് നിറഞ്ഞു കേട്ടോ. അപ്പൊ രാജസ്ഥാനി റൊട്ടി കഴിച്ചല്ലേ. ഇവിടുത്തെ സ്പെഷ്യലല്ല, ഇവിടുത്തെ മെയിൻ ഫുഡ്. അപ്പൊ നമുക്കിനി നേരെ വിടാല്ലേ. ഇന്ന് നാളെ മറ്റന്നാളും ഒന്നും നമ്മൾ രാജസ്ഥാൻ കിടക്കൂലെന്ന്. രാജസ്ഥാൻ പെട്ടെന്നൊന്നും നമ്മളെ വിടില്ലാന്ന് തോന്നുന്നു. ചേട്ടേ, ഈ സ്ഥലങ്ങളൊക്കെ കണ്ടോ? ഈ സ്ഥലമൊക്കെ ഇവർക്ക് കൃഷി ചെയ്തൂടെ? ചിലപ്പോ എനിക്ക് തോന്നുന്നു അവിടെ ചെയ്യാൻ പറ്റിയതായി. കാരണം മണൽപ്പരപ്പല്ലേ കൂടുതൽ. സംഗതി രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ നമ്മളിപ്പോ വന്നൊക്കെ കുറെ മലകളുണ്ട്, അതേപോലെ മണലിന്റെ കുറെ ഏരിയകളുണ്ട് അല്ലേ. നല്ല കൃഷികളൊക്കെ ചെയ്തിരിക്കുന്ന ഏരിയകളുണ്ട്. പക്ഷെ ക്ലൈമറ്റ് മാറുന്ന അനുസരിച്ച് രാത്രിക്ക് നല്ല സുഖമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചെന്താ അറിയോ, രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ മുഴുവനും ഫുൾ മരുഭൂമി. അതാണ് ഞാൻ വിചാരിച്ചത്. എന്തോരം പോയിട്ടാ മരുഭൂമി എത്തിയത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങള്, അല്ലാത്ത സ്ഥലങ്ങളൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷെ എന്നാലും അടിപൊളിയാട്ടോ. ആൾക്കാര് ഭയങ്കര സ്നേഹം അങ്ങോട്ട് വാരിക്കോരി നൽകുന്ന ആൾക്കാരാന്ന് പറയാം. അളവില്ല അവർക്ക്. അതെ. പക്ഷെ ഇവിടെ ഒരു ടൈൽസിന്റെ കട, മാർബിൾസിന്റെ കടയൊന്നും കാണുന്നില്ല. രാജസ്ഥാൻ മാർബിൾസ് അല്ലെ ഒരു ഗ്രാനൈറ്റ്സിന്റെ കടയൊക്കെ കാണുമായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഒന്നും നമ്മൾ കണ്ടില്ല. നമ്മൾ ആ ചുമന്ന ആ ഒരു കല്ലിന്റെ മാത്രമേ കാണുന്നുള്ളൂ അല്ലെ. സാൻഡ് സ്റ്റോണിന്റെ മാത്രം. അങ്ങനത്തെ ഉണ്ടായിരുന്നു. നമുക്ക് മറ്റേ സൈസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ചെറിയ വീഡിയോ എടുക്കാൻ, ഇതിന്റെയൊക്കെ വില എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി കാണുന്നില്ല. ചിലപ്പോ മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് കാണും. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുക രാജസ്ഥാന്റെ ഒത്ത നടുക്കും കൂടിയാണ്. അപ്പൊ പിന്നെ എന്തായാലും കാണാതിരിക്കില്ല. നമ്മളങ്ങനെ ഞാൻ വണ്ടി പോകുന്ന വഴിക്ക് ഒന്ന് സൈഡാക്കി കേട്ടോ. നമ്മൾ രാജസ്ഥാനിലെ നാഗൗർ എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇത് കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടേ നമ്മുടെ ആ സാൻഡ് സ്റ്റോൺ ഉണ്ടല്ലോ, അത് വെച്ച് കുറേ വർക്കും കാര്യങ്ങളും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കാണിക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. ഈ ചേട്ടനോടാട്ടോ ചോദിച്ചേ. അപ്പോൾ പുള്ളി എടുത്തോളാൻ പറഞ്ഞു. ഇത് കണ്ടോ, ഫുള്ള് ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കല്ല് വെച്ച് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സാൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഗ്രാനൈറ്റ് പോലെ തന്നെ ഇരിക്കുന്നല്ലേ. നല്ല സൂപ്പർ സാധനമാണ്, നല്ല ഫിനിഷിങ്. ഇവിടെ കൂടുതലും വീടുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ സാധനം വെച്ചുള്ള വർക്കുകളാണ്. നമ്മളൊരു ഗ്രാനൈറ്റിൻ്റെ ഷോപ്പ് കാണാൻ ഒന്ന് ഇറങ്ങി നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ തമ്മിൽ വിലയൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയിലുണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഓരോ മന്ദിരം പോലെയൊക്കെ ആക്കി ഓരോ പീസുകളാക്കി ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കുക ഏതാണ്ടാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഇതൊക്കെ ഫുള്ള് അതാട്ടോ, അത് പൊളിച്ച്. ഇതുണ്ടോ, ഇവിടെയും അങ്ങനത്തെ സാധനങ്ങൾ. ഇത് മറ്റേ വഴിവിളക്കിൻ്റെ ആ ഒരു മോഡലിൽ ചെയ്തേക്കുന്ന സംഭവങ്ങൾ. ഇതുണ്ടോ, ആ ചേട്ടന്മാർ വലിക്കുന്നതുണ്ടോ, വമ്പം കല്ലാട്ടോ അത്. ഇതൊക്കെ ഫിനിഷിങ് സ്റ്റേജിലേക്ക് ആവുന്നേ ഉള്ളൂ. ഇവിടെ ഇരുന്ന് ഇതാ വലിയൊരു ഉണ്ടാക്കി വെച്ചിരുന്നത് ഒരു മന്ദിരത്തിൻ്റെ ആ ഒരു സെയിം ഷേപ്പിൽ കേട്ടോ. അടിപൊളി. ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഇവരുടെ ഒരു ഓഫീസാണിത്. ഈ ഓഫീസ് മൊത്തം ചെയ്തേക്കുന്ന ഈ ഒരു കല്ല് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇത് നോക്കി. ഇപ്പോൾ നമ്മൾ വന്ന ഈ റൂട്ടിൽ ഫുള്ള് നമുക്ക് ഇത് തന്നെ കേട്ടോ, ഈ ഒരു സ്റ്റോണും കൊണ്ടുള്ള വർക്കും കാര്യങ്ങളാണ് കൂടുതൽ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ നല്ലൊരു കടയിൽ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് റേറ്റും കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ചെയ്ത് വെച്ചാൽ വീടിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനവും ഇവർ ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ഈ ഒരു കല്ല് വരുന്നത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വീടിനൊക്കെ ആ ഒരു കുറച്ചും കൂടി പ്രൗഢി കൂടും, വീടിൻ്റെയൊക്കെ ആ ഭംഗിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ പോവാം കേട്ടോ. ഇത് കണ്ടോ, രാജസ്ഥാനിലെ ആ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി. അത് ഗോതമ്പാണ് കേട്ടോ, ആ കാണുന്നത് ഗോതമ്പാണ്. പിന്നെ ഇത് നോക്കിയേ,
ഫുള്ള് കിടക്കുന്നത് നമുക്ക് നീണ്ടു നിരന്ന് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കറക്റ്റ് കാണാം കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പക്ഷേ വെയിലത്ത് നിന്നാൽ മാത്രമേ ചെറിയൊരു ചൂടുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ പെരും തണുപ്പാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ. പക്ഷേ ചൂടുകാലത്ത് എന്താ സ്ഥിതി നമുക്കറിയില്ല. എന്തായാലും ഇത് നല്ലൊരു വ്യൂ ആട്ടോ, കാരണം അങ്ങ് അറ്റം വരെ നമുക്ക് കാണാം. അതാണ് വേറെ പ്രത്യേകത. ഇത് കണ്ടോ, അങ്ങനെ മൊത്തത്തിൽ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ പോവാട്ടോ. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഒരു കാഴ്ച ഉണ്ടോ, ഇപ്പുറത്ത് വഴി. ഇത് പക്ഷേ കൃഷിക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടേക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ആ മരങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ടോ, അത് ഈ മരുഭൂമിയിൽ കാണുന്ന കൂട്ട്, അതായത് നല്ല വെയിലുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ മരങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു സെറ്റപ്പ് മരം കേട്ടോ അത്. പക്ഷെ അവിടെയൊക്കെ വെള്ളമൊക്കെ കിടപ്പുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം. അപ്പോൾ നമുക്ക് മെല്ലെ പോവാട്ടോ. കൊറേ നേരം വണ്ടി ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട് ഈ സെയിം കാഴ്ചകളല്ലേ രണ്ട് സൈഡിലും ഉള്ളൂ, ഒരു മാറ്റമില്ല. അതുകൊണ്ടോ കൊറേ മരങ്ങളുടെ ഒക്കെ തലയും ഒക്കെ വെട്ടി നിർത്തിയേക്കുന്ന എന്തായിട്ടേ, അതെല്ലോ വേണ്ടോ. ഇത് ഈ സൈഡിലേക്ക് നോക്കട്ടെ, ഇത് ചിലപ്പോ റോഡിലേക്ക് കയറാതിരിക്കാനായിരിക്കും, അല്ലെങ്കിൽ മരം കുറ്റിയാക്കി നിർത്താനായിരിക്കും. ഇതൊക്കെ ഉണ്ടോ ചോല അടിച്ച പോലെ. പക്ഷെ എല്ലാം ഏകദേശം ഒരു മാറ്റമില്ല. ഒരു എന്താ കാണാൻ, ഒരു പുതിയ കാഴ്ചകൾ കാണാനും ഒന്നുമില്ല. എല്ലാം ഒരേപോലെ. അറ്റ്ലീസ്റ്റ് കൃഷികളെങ്കിലും കുറച്ച് നാളത്തേക്ക്, ഇത്രയും നാൾ നമ്മൾ കണ്ടിരുന്നത് കൃഷികളൊന്നും കാണാൻ, കാരണം ഈ വെയിലായതുകൊണ്ട് ചിലപ്പോ എല്ലാം ക്ലൈമറ്റ്. ഇതൊക്കെ സീസൺ കൃഷികളാണല്ലോ ഇവിടെ കൂടുതലും. നമ്മുടെ നാട്ടിലും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇവിടെ കൂടുതൽ സീസൺ കൃഷിയാണ്. അപ്പൊ അതാണ് ഇവർക്ക് ലാഭം. അതാണ് കാരണം ആ വിലയുള്ള സാധനത്തിന് നോക്കി ആ സീസണിൽ ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്ന സാധനം അങ്ങ് ചെയ്യും. അപ്പൊ അതില് അവർക്ക് അത് ലാഭമാണ്. ഇന്നലെ തന്നെ നമ്മൾ കണ്ടില്ല മുതലാളിനെ, കാണുമ്പോ വലിയ ഇതൊന്നുമില്ല, പക്ഷെ കാണുമ്പോ വലിയ സുഖമൊന്നുമില്ല. വീടൊക്കെ കണ്ട ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്. പക്ഷെ എന്തോരാണ് പുള്ളി വാടകയ്ക്ക് തന്നെ കൊടുത്തത്. നമ്മളെ വർക്ക്ഷോപ്പും ആ ഹോട്ടല്, സ്വന്തം ഹോട്ടല്. വീട്ടിലേക്ക് വിരുന്നുകാർ വന്നു കഴിയുമ്പോ അവർക്ക് വരെ ഹോട്ടലിലാണ് ഫുഡ്. വീട്ടിലുണ്ടാക്കണ്ട, റോഡ് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത പ്രശ്നം തീർന്നേ. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത എന്താ അറിയോ, ഇങ്ങനത്തെ വഴി, അതായത് വണ്ടികൾ അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്ത് ഈ ലോറികളും ബസ്സുകളൊക്കെ നമ്മുടെ നേരെ വരുന്നത്. നമ്മൾ കുഞ്ഞു വണ്ടിയാണ്, നമ്മൾ ചില സമയത്ത് റോഡിൽ നിന്ന് വരെ ഇറക്കി കൊടുക്കണം. അത് വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയാണത്. കാരണം ഈ വണ്ടിക്കാർ നമ്മുടെ നേരെ പിടിക്കും. നമ്മൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് അറിയാം, നമ്മൾ മാറ്റി കൊടുക്കും. നമുക്ക് ജീവനിൽ കൊതിയുള്ള ആൾക്കാരാണെന്നൊക്കെ അവർക്കറിയാം. അതാണ് സംഭവം. ഞാനൊരു സംഭവം കണ്ട് നിർത്തിയതാണ്. അത് കാണാൻ വേണ്ടി അത് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് വേറൊരു സംഭവം മനസ്സിലായത്. കണ്ടോ, ഇതൊക്കെ മരുഭൂമി തന്നെ കേട്ടോ. ഞങ്ങളിപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ്. ഇവിടെ ഈ മരങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും ഫുള്ള് മണൽപ്പറ്റും കാര്യങ്ങളും കേട്ടോ. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഫുള്ള് മണൽ തന്നെ. അപ്പോൾ ഇതിലൊരു ചെടി എന്തോ ഉണ്ട്, ഇത് പൂവാണോ അതോ കായാണോ എന്നൊന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നല്ല കാറ്റുണ്ട്, ചെറിയൊരു കാറ്റ്. ആ കാറ്റിലാണ് അത്യാവശ്യം നല്ല തണുപ്പ്. ഇതൊരു പൂവാണ് കേട്ടോ. ഇത് പക്ഷേ രസമുണ്ട്. ഈ ഇത്രയും മരങ്ങൾ നിൽക്കുന്നുണ്ട്, ഈ മരങ്ങളുടെയൊക്കെ ഇടയ്ക്കുന്ന് ഇങ്ങനൊരു പൂ, അതൊരു വെറൈറ്റി ആയിട്ടോ. ഇനിയിപ്പോൾ ഈ ആൻസി പറയുന്നത് ഈ പൊട്ടിക്കുന്ന പൂവാണോ ഇത്, അല്ല, എന്തായാലും പൂ രസമുണ്ട്. സംഗതി മരുഭൂമി തന്നെ. അങ്ങോട്ടൊക്കെ അതേപോലെ തന്നെ കേട്ടോ. ഇവിടെ നിന്നൊക്കെ മണൽ കുറേ വാരി എടുത്തിട്ടുണ്ട് ഓരോ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇവിടെ ഈ ടാറൊക്കെ ചെയ്യുമ്പോൾ ടാറിങ്ങിൻ്റെ ഒക്കെ ഉള്ളിൽ നമ്മുടെ അവിടെ മണ്ണിട്ട് നിറയ്ക്കുമല്ലേ എന്ന് പറഞ്ഞാൽ, എന്നിട്ട് കല്ലിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ ചില സ്ഥലത്ത്. അതേപോലെ ഇവർ ഈ മണലിട്ടിട്ടാണ് നിറയ്ക്കുന്നത്. അപ്പോൾ സംഗതി ഇത് പൂവായിരുന്നു കേട്ടോ. ഇതെന്തായാലും രസമുണ്ട്. നമുക്കിനി മെല്ലെ പോവാം. അപ്പോൾ ഞാൻ ആൻസീൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു, ആൻസി നമുക്കെന്താ വണ്ടി അങ്ങോട്ട് ഇറക്കിയാലോ? അപ്പോൾ ആൻസി പറഞ്ഞു, കണ്ടിട്ട് മണൽ തന്നെയാണെന്ന് തോന്നുന്നു, ഇറക്കണ്ടെന്ന്. ഇറക്കിയായിരുന്നെങ്കിൽ ഇപ്പോൾ പണിയും പാളിയാണ്. തള്ളാൻ പോലും ആളില്ല. ആൻസീനെ കൊണ്ട് തള്ളിയോട്ട് വണ്ടി കയറുമോ ഇല്ല. കണ്ടോ, ഇതൊക്കെ ഉണ്ടോ? അല്ല, വണ്ടിയിലേക്ക് കയറി വന്നിട്ട് അത് എന്താണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ? അതൊരു പൂച്ചെടിയാ. പൂച്ചെടിയല്ല, പൂമരം. അതൊരു പൂവുള്ള മരം. ഈ കാണുന്നൊക്കെ ഈ വെട്ടി നിർത്തിയൊക്കെ മരമാണോ? എല്ലാം അതല്ല, ചിലത് അങ്ങനെ പൂവുണ്ടാകുന്ന. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ മഴക്കാലത്ത് നമ്മുടെ സ്പ്രിംഗ് സീസൺ ഉണ്ടോ ഇവിടെ, എനിക്കറിയില്ല. ഈ വസന്തം എന്ന് പറയുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ചിലപ്പോ മൊത്തം പൂക്കളായിരിക്കും. ചിലപ്പോ ഇത് വസന്തല്ലേ ഇത് ശരിക്കും. സംഗതി എന്താന്ന് പറയാ, വേറെ ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നും കാണാത്തതിന്റെ കാരണം എന്താ പറയാ, ഇതൊക്കെ മരുഭൂമിപ്പെട്ട സ്ഥലമാണ്. ഞാൻ ഇറങ്ങിയോടത്ത് പെരിഞ്ചാതി മണല. ഇത് നോക്ക്, ഇതൊക്കെ മണലാണ്. ഈ സൈഡിലൊക്കെ കണ്ടില്ലേ, ആ കിടക്കുന്നൊക്കെ മണല. ഇതൊക്കെ കൊറേ വാരി എടുത്തായിരിക്കേ.
ഓരോ ഈ റോഡ് പണിക്കും എല്ലാത്തിനും വേണ്ടി മാരിയതാണ്. അങ്ങനെ എനിക്ക് കുറച്ചൊക്കെ പൊന്തിയും കുറച്ച് താന്നും ഒക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ തിട്ടുപോലെ നിൽക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ പോണ വഴിക്ക് എന്തോ മാനുകൾ തന്നെയാ ലാൻസി. പക്ഷെ ഇത്രയും മുഴുപ്പ് കേഴയാണോ ഇനി? ഇത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളീ പോകുന്ന ഫോറസ്റ്റിൽ കൂടി വല്ലതും ആണോ ഡി? അങ്ങോട്ട് അവിടെയൊക്കെ ഉണ്ട്. ആ സൈഡിൽ കണ്ടോ, ഇവിടെ ഉണ്ട്. ഇതല്ലേ നിൽക്കുന്നത്. ശരിക്കും സംഗതി ഇത് മരുഭൂമി തന്നെയാണ്. നമ്മൾ മരുഭൂമിന് നടുക്കു കൂടിയുള്ള വഴി കൂടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് പോവാല്ലേ. അങ്ങനെ എന്താണെന്നറിയില്ല കേട്ടോ, എന്തോ ഒരു കൃഷിത്തോട്ടം കണ്ടു നിർത്തിയതാണേ. കുഞ്ഞൊരു തരം ഒരു തൈ കേട്ടോ. എന്താണ് സംഭവം എന്ന് വലിയ പിടുത്തൊന്നുമില്ല. പക്ഷെ നല്ല ദൂരം വരെ ഈ തോട്ടം ഉണ്ട് കേട്ടോ. എന്താ പ്രശ്നം എന്നറിയോ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കറക്റ്റ് കിട്ടുന്നില്ല. എന്താന്ന് കിട്ടുന്നില്ല അല്ലേ? ഫോട്ടോ കിട്ടുന്നില്ല, അതാണ് വിഷയം. എന്തോ ഒരു തോട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ സാധനം ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ എന്താ ക്യൂറേറ്റീവ് പ്രകൃതി എന്നൊക്കെ കേട്ടോ കാണിക്കുന്നത്. എന്താ സംഭവം നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടുന്ന് അങ്ങനെ ആ അറ്റം വരെ ഈ സംഭവം തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങോട്ടൊന്ന് എന്തോ ഒരു കൃഷി തന്നെ. കാരണം ഇത് കണ്ടില്ലേ, മുള്ളാണ് വെച്ചേക്കുന്നത് അങ്ങോട്ട് കയറാതിരിക്കാൻ. മുള്ളും കൂടി വേറെ ഉണ്ട്. അത് ഇവിടെ ഒരു പ്രത്യേകത മുള്ളുണ്ടല്ലോ, ആ സാധനം. ഇത് കണ്ടില്ലേ, അപ്പുറത്തൊക്കെ അത് തന്നെയാണ്, അങ്ങോട്ടൊക്കെ ഫുള്ള് അതാട്ടോ. പ്രകൃതിയായിട്ട് എന്തോ ഇനി അല്ല, അങ്ങനെയല്ല, അല്ല തന്നെയല്ല, ഇതൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. എന്തോരം സ്ഥലത്താന്ന് നോക്കി. എനിക്ക് തോന്നുന്നു മരുഭൂമി അല്ലാതാക്കാൻ വല്ലതും ചെയ്ത് കൃഷിയിടാക്കുന്നതാണോ ആർക്കറിയാല്ലേ. എന്തായാലും അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് അത് എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് ഗൂഗിൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ല. രാജസ്ഥാനിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ, ഒട്ടകത്തിന്റെ വണ്ടിയെ കണ്ടോ. ഒട്ടക വണ്ടി നമ്മൾ ആദ്യമായിട്ടാണ്. ടയറൊക്കെ നോക്കി, കാലൊക്കെ കണ്ടോട്ടെ. കാലല്ല, അതിന്റെ ടയർ നോക്ക് വണ്ടീന്റെ. ഒട്ടകത്തിന്റെ കാലില്ലേ, ഒട്ടകത്തിന്റെ കാലിന്റെ ഒക്കെ ഒരു മുഴുപ്പുണ്ടോ. നമ്മടാ പാവല്ലേ, വലിച്ചോണ്ട് പോണല്ലേ. അങ്ങനെ പോണ വഴിക്ക് വേറൊരു കൃഷി കണ്ട് ഞങ്ങൾ നിർത്തിയതാണ്. ഇത് കണ്ടോ, നല്ല പൂക്കൾ പോലെ നിൽക്കുന്നുണ്ടോ. ഇത് സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാവേ. സംഭവം ഇതാണ് നമ്മുടെ ജീരകം. ഇത് വലിയ ജീരകല്ലേടി, ഇത് നമ്മുടെ വീടിൻ്റെ പോയിക്കലുണ്ടായ ഒരു പ്രാവശ്യം. ഇത് പെരിഞ്ജീരകം കേട്ടോ, പെരിഞ്ജീരകം. നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. കാരണം ആ ഒരു മഞ്ഞയും പച്ചയും കൂടി ഇടകലർന്ന് നിൽക്കുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ്. കുറേ ഇത് ഞങ്ങൾ കണ്ടു, പക്ഷേ എല്ലായിടത്തും ഈ കമ്പിവേലി ഇട്ടേക്കുന്നുണ്ട്. മുള്ളും കമ്പിവേലി ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അടുത്തൊന്ന് പോയെന്ന് ഞാൻ പറിച്ച് കാണിക്കായിരുന്നു കേട്ടോ. അല്ലേ, നമ്മളിങ്ങനെ പറിക്കുമെന്ന് അറിയുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ആൾക്കാർ ഇതേപോലെ കുറേ പറിക്കുന്നുണ്ടാവും. അതായിരിക്കും ചിലപ്പോൾ ഇവർ കമ്പിവേലിയൊക്കെ ഇട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിക്ക് ആക്കിയത്. പക്ഷെ സംഗതി പൊളിച്ചു അല്ലേ. ഈ റൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മരുഭൂമി തന്നെ. അതായത് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്, നമ്മളിനി നേരെ ഇപ്പോൾ നമ്മൾ ഏതാ ജോഡ്ഹാൻ നാഗാവൂർ റോഡ് എന്ന് പറയുന്ന റൂട്ടിൽ കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ വിടാം. ഞങ്ങൾ ഹൈവേ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഇവരുടെ ഗ്രാമക്കാഴ്ചകൾ, ഇവരുടെ വീടും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു പ്രത്യേകതരം വീടൊക്കെ അല്ലേ. ഇത് കണ്ടോ, ഇവരുടെ വീടിന്റെ ഓരോ വേലികൾ വരെ എന്താന്ന് അറിയോ, ആ മുള്ളാണ്. അതെനിക്കറിയില്ല, അവർക്ക് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും അങ്ങനെ വീട്ടിലേക്കൊക്കെ കയറി. താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അല്ല, ഇനിയിപ്പോ അറിയില്ല എന്താ അവസ്ഥ നമുക്കറിയില്ലല്ലോ. പക്ഷേ ഈ സൈഡിൽ കൂടി ഒക്കെ കിടക്കുന്ന മണലാണ്. രണ്ട് റോഡിന്റെ സൈഡിലേക്കൊക്കെ മണല് കിടക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ വീടിന്റെ ഒക്കെ ഒരു ഷേപ്പ് ഒക്കെ അല്ല, ഇത് വീടല്ല ബിൽഡിങ്ങുകളല്ലേ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് മരുഭൂമി ആയിരുന്ന സ്ഥലങ്ങളായിരിക്കും. അവിടെ ആൾക്കാർ വന്നപ്പോ വീടുകളൊക്കെ വെച്ച് വീടുകളും റോഡുകളും എല്ലാം സെറ്റപ്പ് ആക്കി അങ്ങനെ ചെയ്തതാവാനാണ് ചാൻസ്. പക്ഷേ പോലീസ് സ്റ്റേഷനാണ് അല്ലേ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ, രാജസ്ഥാനിലെ പോലീസ് സ്റ്റേഷൻ. ഒരു പോലീസ് ഇരുന്ന് നോക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് ആ കല്ലുകളും കുറേ ഉണ്ടല്ലേ ഇവിടെയൊക്കെ. എല്ലായിടത്തും ആ കല്ല് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു വീടാട്ടോ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഹൈവേ കയറി. പിന്നെ നമ്മൾ ഹൈവേയിലെത്തി. അതായത് ഹൈവേ കയറിയാലും രണ്ട് സൈഡിലും ഇവരെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് തന്നെ. പക്ഷെ എന്നാലും നമ്മളിപ്പോ ഒന്ന് ഞാൻ വേറെ ഒരു പ്രത്യേക തരം വീടുകൾ കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങോട്ട് കയറിയത്. കാണാൻ പറ്റിയില്ല. കാരണം വെറൈറ്റി ആയിട്ടുള്ള എന്താ വീടുകൾ. ഇതൊരു ഗ്രാനൈറ്റ് കടയല്ലേ.
അല്ലേ? അതെ, ഇതൊരു ഗ്രാനൈറ്റ് കടയാണ് കേട്ടോ. അവരോടൊന്ന് സംസാരിച്ച് നോക്കാം, പറയുവാണെങ്കിൽ തിരിച്ചു പോരാം അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ കേട്ടോ. ആപ്കാ നാം ക്യാ ഹൈ? രാം നിവാസ്. ഇത് ഇതൊരു സ്ക്വയർ ഫീറ്റിന് ഇത് ഗ്രാനൈറ്റ് ആണ്, രാജസ്ഥാൻ ഗ്രാനൈറ്റ്. 90 റുപ്പീസ്. ഒരു സ്ക്വയർ ഫീറ്റിന് 90 രൂപയാണ് കേട്ടോ. ഇത് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് 80 രൂപ. 80. ദാറ്റ് ഗ്രാനൈറ്റ് മേ 60. അതായത് ഇത് കണ്ടോ, ഈ ഗ്രാനൈറ്റ് നമ്മളൊക്കെ അവിടെ ഇടാൻ ഉപയോഗിക്കുന്നൊക്കെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇത് കണ്ടോ, ഇതിന് 60 രൂപയാണ് വരുന്നത്. 60 രൂപ, 60 റുപ്പീസ്. വൈറ്റ് കളർ മേ 15. ഇതിന് 50 കേട്ടോ, 50 രൂപ. ഇത് നല്ല രസമുണ്ട് ഡാൻസ് കാണാൻ. ഇത് നോക്കിയേ. ഇസ് ഗ്രാനൈറ്റ് മേ 17. ഇത് സ്ക്വയർ ഫീറ്റിന് 70 രൂപ കേട്ടോ. നമുക്ക് നാട്ടിലെ വില എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇസ്മേ 55. അച്ഛാ, ഇതിന് 55 ഉള്ളൂ കേട്ടോ. അപ്പോൾ പുള്ളി നമ്മളടുത്ത് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇസ്മേ 60. ഇതൊക്കെ സ്ക്വയർ ഫീറ്റ് വില കേട്ടോ ഞാൻ പറയുന്നത്. സ്ക്വയർ ഫീറ്റിനാണ്. സ്ക്വയർ ഫീറ്റ് പെർ. ഓക്കെ. അപ്പോൾ ആദ്യം ഇസ്മേ 55. അത് ഗ്രാനൈറ്റ് മാർബിൾ. ഇത് ഗ്രാനൈറ്റ്, അത് മാർബിൾ കേട്ടോ. മാർബിൾ കാ പ്രൈസ്? मार्बल स्क्वायर फीट है, स्क्वायर फीट पर 50 रुपया 55 रुपया 50 60 80 രൂപ വരെയൊക്കെ 80 റുപ്പീസ്. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു വില വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഞാൻ ചെറിയൊരു വിവരണം തന്നേ ഉള്ളൂ. 50 60 70 80. ഓക്കെ. 100 രൂപേൻ്റെ താഴെ സ്ക്വയർ ഫീറ്റിന് കേട്ടോ വരുന്നത്. बाथरूम टाइल है? बाथरूम टाइल वो एक पीस में कितना पैसा? एक प्राइस 180 रुपया पड़ता है. 9 फीट का. 9 फीट 90 फीट फिट 9 फीट का 180 रुपये. 120. അതായത് 20 റുപ്പീസ്. 20 रुपीस में 180 रुपीस. 180 ഫിറ്റിംഗ്. നോ ഫിറ്റിംഗ്. 9 ഫിറ്റ്. അതായത് 190 രൂപയ്ക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കും, 180 രൂപയ്ക്ക് ഫിറ്റ് ചെയ്യാതെ കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ് വരുന്നത്. ആൻസി വാഷിംഗ് ബേസിൻ്റെ വില നോക്കണോ? വാഷിംഗ് ബേസിൻ്റെ നോക്കണോ? ഈ ഗ്രാനൈറ്റിന് സ്ക്വയർ ഫീറ്റിന് 60 രൂപ കേട്ടോ വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് വാൾട്ടൈലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ? वो कितना पैसा? वो ये 9 फीट का 180. 180. फिट या नो फिटिंग. 9 फीट. वो यूरोप वो क्लोसेट में ये 300 ने 3000. 3000 രൂപ അല്ലേ? അതൊക്കെ നമ്മുടെ അവിടെ ഏതാണ്ട് റേറ്റ് ആണെന്ന് തോന്നുന്നില്ലേടി? അവിടെയൊക്കെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഓ ലാസ്റ്റ് ദിസ്മേ वो टाइल्स है 16 फुट स्क्वायर फुट 16 फुट क्या बोलते हैं इंग्लिश में? ഇവിടെയുള്ളവർക്ക് ഇംഗ്ലീഷും അങ്ങനെ ഒരു 160. ഓക്കെ ഓക്കെ. പ്രൈസ് റേറ്റ് है 160 की 500. 500. वो इसमें वॉश बेसिन ये 1000 है. 1000. 1000 രൂപ കേട്ടോ വാഷിംഗ് ബേസിനൊക്കെ വരുന്നത്. അപ്പോൾ വില വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയണം, കാരണം എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് പോകല്ലേ? ഓക്കെ, താങ്ക് യു. ധന്യവാദ്. അപ്പം ഞങ്ങളെന്താണെന്ന് അറിയാം, നമ്മുടെ നാട്ടിലെ വില എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ രാജസ്ഥാനിൽ മാർബിളിൻ്റെ അല്ല ഗ്രാനൈറ്റിൻ്റെ വില ഒന്ന് പറയണമെന്ന് ഇങ്ങനൊരു ചേട്ടൻ കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് കയറിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ചേട്ടനായത്. പുള്ളിക്ക് ഇംഗ്ലീഷ് വലിയ ഐഡിയ ഇല്ലായിരുന്നു, ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞ് അപ്പുറത്ത് പോയി എടുത്തോ, അവർക്ക് ഇംഗ്ലീഷ് അറിയാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ചോദിച്ച് നമുക്ക് ഹിന്ദി വലിയ ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ തട്ടിലുള്ള ആൾക്കാരല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് റേറ്റ് വരുന്നത്. വ്യത്യാസം ഉണ്ടോ ഇല്ലോ എന്നുള്ളതൊന്ന് പറയണം. പിന്നെ ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ഫീസൊക്കെ വരുമല്ലോ അല്ലേ? നമ്മുടെ നാട്ടിലെത്തുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും നമുക്ക്
പോവാം. ലോറിന്റെ പുറകിൽ ഒരു ഫോട്ടോ എന്തേട്ടി അത് ഫോട്ടോ അത് എന്തിനാന്നറിയാം ശരിക്കും. ഇത് സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ നമ്പറാണ് ഇടാറ്. ഇതിപ്പോ ഇത്ര ഹൈറ്റിലല്ലേ, അത് അത്ര ഹൈറ്റില് സാധനങ്ങൾ അടുക്കിയേക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പസില് കളിക്കൂലേ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആ ഫോട്ടോ അതേപോലെ തന്നെ ആക്കിയാ ആ വെച്ചേക്കുന്നത് കറക്റ്റ് ആയിരിക്കും ലെവല്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി കഴിഞ്ഞാൽ ചിലപ്പോ കറക്റ്റ് ഫോട്ടോ വരില്ലെന്നല്ല, ഫോട്ടോയും വരില്ല, അത് കറക്റ്റ് ലോക്കും ആവൂല. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി വരച്ചേക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളൊരു പമ്പിൽ സൈഡാക്കിട്ടോ. ഞാൻ കുളിച്ചു കേട്ടോ, നല്ല തണുപ്പ് ഉള്ളത് പറയാലോ. ഞാൻ കുളിച്ചിട്ടില്ല. ഇമാര് തണുപ്പത്ത് കുളിച്ച പനി വരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും. എന്റെ മുടി ഭയങ്കരമായിട്ട് പോവാട്ടോ. 2 ദിവസമൊക്കെ ആയി ഞാൻ മുടി തലയൊന്ന് കഴുകിയിട്ട്. അപ്പൊ എനിക്ക് തല കഴുകാത്തോണ്ട് തലവേദന എടുത്തിട്ട് പോയി. അതുകൊണ്ട് ഞാൻ കുളിച്ചു കേട്ടോ. ഞാൻ കുളിച്ചില്ല, ഉള്ളത് പറയാലോ. കാരണം അങ്ങനത്തെ തണുപ്പാണ് ഇവിടെ, ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോൾ കുറച്ചു നേരം വന്നിരുന്നിട്ട് ഹീറ്ററൊക്കെ ഓൺ ആക്കിയിട്ടാണ് ഇരുന്നത്. പിന്നെ ഇങ്ങനെ യാത്ര പോകുന്നവർ ഇനിയിപ്പോൾ നമ്മളെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ പാകിസ്ഥാൻ ബോർഡറുമായിട്ട് അടുക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ പഞ്ചാബ് അല്ല രാജസ്ഥാനിന്റെ സൈഡ് പാകിസ്ഥാനാണ്. താർ ഡെസേർട്ടിന്റെ ഒക്കെ സൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു നമ്മുടെ അടുത്ത് ആധാർ കാർഡൊക്കെ ഇപ്പോൾ പമ്പുകളിൽ ചോദിക്കുന്നുണ്ട്. ആധാർ കാർഡൊക്കെ കാണിച്ച് അവർക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ അവർ പറയും നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നു, ഇവിടെ ക്യാമറയുണ്ട്, ബാത്റൂം അവിടെ ഉണ്ട്, ചൂടുവെള്ളം വേണേ ഉള്ളിലുണ്ട്, വേണേ ഉള്ളിൽ കിടന്നു എന്നൊക്കെ പറയും. ആ ചേട്ടൻ എൻ്റെ അടുത്ത് 2 മിനിറ്റ് മുമ്പ് പറയുന്നില്ല, ഞാൻ ആ ചേട്ടൻ തോരുവാക്കരുത് ചൂടുവെള്ളം. ഉണ്ടായല്ലേ. അപ്പോൾ എന്തായാലും വരും വീഡിയോസിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതോടെ വരെ ബൈ.